ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നുഹയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് അലിഗേറ്റർ ക്ലിപ്സിലും അതുപോലെ തന്നെ ഈ ഒരു ടിക് ടാക് ക്ലിപ്സിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഈ ഒരു ഒറ്റ ഡിസൈൻ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്കിത് രണ്ട് ക്ലിപ്സിലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 3 mm ഗിയർ വെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 15 സെൻറ്റിമീറ്റർ, നമ്മുടെ ചെറിയ സ്കെയിലിൻ്റെയൊക്കെ അളവിൽ 15 സെൻറ്റിമീറ്റർ കണക്കായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഓഫ് വൈറ്റ് ബീഡ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓഫ് വൈറ്റ് ബീഡ്സ് 10 mm അതുപോലെ തന്നെ 6 mm ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സും ഇതിലോട്ട് വേണം. നമ്മൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് റെഡും വൈറ്റുമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതാ ഈ ഒരു ഗിയർ വെയറിലോട്ട് ഈ ഒരു 10 mm ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് വലിയ ബീഡ്സ് വേണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ വലിയ ബീഡ്സ് നോക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാൻ നോക്കാം. അപ്പോൾ സെൻട്രലായിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ രണ്ട് തവണ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് രണ്ട് ഭാഗത്തുള്ള ഒരു ഗിയർ വയർ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കത് സെൻട്രലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് സെൻട്രലായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഒരു സൈഡിലുള്ള ഗിയർ വയറിലോട് കൂടി ഒരു വൈറ്റ് പേൾ അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് അങ്ങനെ മാറി മാറി വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 9 ബീഡ്സ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സെൻറ്ററിൽ കാണുന്ന ബീഡ്സിന് ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഓപ്പോസിറ്റ് കാണുന്ന ബീഡ്സിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഗിയർ വയർ. അപ്പോൾ ഇതങ്ങനെ ഒരു ബീഡ്സിലൂടെ ഗിയർ വയർ കടത്തിയിട്ട് നന്നായിട്ട് ഒന്ന് ടൈറ്റായിട്ട് തന്നെ വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ ബീഡ്സിലെ കൂടിയും ഈ ഒരു ഗിയർ വയർ നമ്മൾ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2 ഗിയർ വയറും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഞാനിതാ ഓരോ ബീഡ്സിലൂടെയും ഈ ഒരു ഗിയർ വയർ കടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിതാ 2 ഗിയർ വയർ അങ്ങനെ ഒരുമിച്ച് കിട്ടിയെന്ന് തോന്നുമ്പോൾ നമ്മൾ അവിടെ അങ്ങനെ പിരിച്ചു കൊടുക്കാന്നിട്ടാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഓരോരോ ബീഡ്സിലൂടെ ഇതിട്ട് കൊടുത്തിട്ട് നമ്മുടെ മറ്റേ ഗിയർ വയറിൻ്റെ അടുത്തെത്തുന്ന വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബീഡ്സിലിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 ഗിയർ വയർ ഒരുമിച്ചാൽ ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കാം. വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്തെടുക്കാൻ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും ടൈം തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത ഭാഗം അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്നിങ്ങനെ ചുരുക്കി കൊടുത്താൽ മതിയാവും. അതേ രീതിയിൽ തന്നെ നമ്മളിതാ ഇത്രയും തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡ് ക്രിസ്റ്റൽ ബീഡ്സും ആ ഒരു ഓഫ് വൈറ്റ് ബീഡ്സും വെച്ച് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ ചേഞ്ച് ആക്കിയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു B7000 ഗ്ലൂ ആണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ടിക് ടാക് ക്ലിപ്പിലോട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ക്ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്ലവർ എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിങ്ങനെ തെന്നി മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ 10 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇത് മെല്ലെ ഒന്നിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അത്രയും നന്നായിട്ട് ഇത് കിട്ടും കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇത്. അതിനുശേഷം ഞാനിതാ അലിഗേറ്റർ ക്ലിപ്സിലും അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്സിൽ നമ്മൾ 2 എണ്ണം വീതമായിട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നൊട്ടിച്ചു. അതിനുശേഷം നമ്മളിതാ പതിയെ വീണ്ടും ഒന്നൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു ഫ്ലവറും നമ്മൾ പതിയെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ അലിഗേറ്റർ ക്ലിപ്സിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്സിലാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ഇത് ഭംഗി തോന്നിയത്. അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ഡിസൈൻ കൊണ്ട് തന്നെ നമ്മളിതാ അലിഗേറ്റർ ക്ലിപ്സിലും അതുപോലെ തന്നെ ടിക് ടാക്കിലും ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.